ഹലോ വെൽക്കം ടു എജുപോർട്ട്. അപ്പോൾ നമ്മൾ +1 എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിലൂടെ അങ്ങനെ വരുമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ മധുഋതു എന്ന് പറയുന്ന ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്, ജയശങ്കർ പ്രസാദ് എഴുതിയിട്ടുള്ള. അപ്പോൾ ഈ കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ്? എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കവിത വരുന്ന സമയത്ത് നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എന്തായാലും എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മധുഋതു എന്ന് പറയുന്ന ആ ഒരു കവിതയിലേക്ക് പോവാം. അപ്പോൾ നോക്കിക്കോളൂ. अरे आ गई है भूली सी यह मधुऋतु 2 दिन को, छोटी सी कुड़िया में रच दूँ नई व्यथा सादिन को, वसुधा नीचे ऊपर नभ हो निड अलग सबसे हो, झाड़ घंड के चिर पदघड़ में भागो सूखे तिनको, आशा से अंगुर झूलेंगे पल्लव पुलकित होंगे, मेरे किसलई का लघुभव यह आह घलेगा किनको, सिहर भरी कमती आवेगी मलयानिल की लहरें चुंबन लेकर और जगाकर मानस नयन नलीन को, जवा कुसुम सी उषा खिलेगी मेरी लघु प्राची में, हासी भरे उस अरुण अधर का राग रखेंगे दिन को, अंधकार का जलधि लांग कर आवेंगी शशि किरणें, अंतरिक्ष चिड़केगा कन कन निशी में मधुर तुहिन को, इस एकांत सृजन में कोई कुछ बाधा मत डालो, जो कुछ अपने सुंदर से है दे देने दो इनको. അപ്പോൾ നമ്മൾ മധുഋതു എന്ന് പറയുന്ന നമ്മുടെ കവിതയിൽ ജയശങ്കർ പ്രസാദ് വളരെ നല്ല രീതിയിലുള്ള മാനവീകരണം അല്ലെ, പ്രകൃതി ചിത്രണം വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുടെ ഭയങ്കര രസകരമായിട്ടുള്ള ചിത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രകൃതിയെ ഒരു മനുഷ്യനായിട്ട്, പ്രകൃതിയെ ഹ്യൂമനൈസേഷനിലെ കൂടെ ചെയ്തിട്ടുണ്ട്. പ്രകൃതിക്ക് മാനവീകരണം എന്ന് പറയും നമ്മൾ ഹിന്ദിയിൽ. പ്രകൃതിയെ ഒരു മനുഷ്യനായി ചിത്രീകരിച്ചുകൊണ്ട് ആണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. പ്രകൃതിയെ ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കുക, അതായത് ഒരു മരത്തിന് ഇപ്പോൾ കണ്ണുകളുണ്ട്, അതുപോലെ ചെവിയുണ്ട്, കൈയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കവിക പരിചയം അല്ല, കവിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. കവിതാക്ക പരിചയം വേണം, ആ കവിതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. കവിതാക്ക ആശയം, കവിതയുടെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ കവിതയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വിശേഷതകളുണ്ടോ, കവിതയിൽ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഇനി നിങ്ങൾക്ക് കവിതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. കവിതാക്ക് ആസ്വാദൻ ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നോക്കാം. സുപ്രസിദ്ധ ഹിന്ദി സാഹിത്യകാർ ജയശങ്കർ പ്രസാദ് की कविता है മധുഋതു. സുപ്രസിദ്ധനായിട്ടുള്ള ഹിന്ദിയിലെ സാഹിത്യകാരനായിട്ടുള്ള ജയശങ്കർ പ്രസാദിൻ്റെ ഒരു കവിതയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മധുഋതു എന്ന് പറയുന്നത്. ഈ ഏക സുന്ദർ കവിത ഹെ, ഇതൊരു സുന്ദര കവിതയാണ്, നല്ല ഭംഗിയുള്ള കവിതയാണ്. മധുഋതു ഛായാവാദി കവിത ഹെ, ഒരു ഛായാവാദി കവിതയാണ്. ഹിന്ദിയിൽ ഛായാവാദിൽ 4 കവികളാണ് വരുന്നത്. മഹാദേവി വർമ്മ, സൂര്യകാന്ത് ത്രിപാഠി നിരാല, ജയശങ്കർ പ്രസാദ് और പന്ത്, നിരാല, പ്രസാദ്, മഹാദേവി വർമ്മ, 4 പേരാണ് ഉള്ളത്. ഓക്കെ, സുപ്രസിദ്ധ ഹിന്ദി സാഹിത്യകാർ ജയശങ്കർ പ്രസാദ് की कविता है मधुऋतु. ये एक सुंदर कविता है मधुऋतु, छायावादी कविता है. कविता में वसंत ऋतु का सुंदर वर्णन है. വസന്തകാലത്തെ വളരെ സുന്ദരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. വസന്ത ഋതു ആ ഗയാ ഹെ, വസന്തകാലം വന്നിരിക്കുകയാണ്. വ ഭൂലി സി ഹേ, എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു ലൈൻസ് നമുക്ക് എടുക്കാം. ആ ലൈൻസ് എടുത്ത് നമുക്ക് ഒന്നുകൂടെ വായിക്കാം കേട്ടോ. നോക്കൂ. അരേ ആ ഗയി ഹെ ഭൂലി സി മധുഋതു ദോ ദിൻ കോ. മധുഋതു എന്താണ്? വഴിതെറ്റി വന്നവളെ പോലെ അല്ലേ, ഭൂലി വഴിതെറ്റി വന്നവളെ പോലെ എന്ത് വന്നിരിക്കുകയാണ്? നമ്മുടെ വസന്തകാലം വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണേ. ബാക്കി നോക്കാം. കവി ഉസേ
एक व्यथा साधिन के समान देखते हैं. കവി अपने मन में उसके लिए छोटी कुड़िया बना देते हैं. കവി തൻ്റെ മനസ്സിൽ उसके लिए ആ വസന്തകാലത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വള്ളി കുടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കവി कहते हैं कि കവി പറയാണ് പ്രേമി रहता है ഭൂമി और ആകാശ് के बीच में. നമ്മൾ ലവർ എന്ന് പറയുന്നത് അല്ലേ, നമ്മളെ പ്രേമിക്കുന്ന ആള് ഒരിക്കലും ആകാശത്തും ഭൂമിയിലും അല്ല, അതിൻ്റെ ബീച്ച് അതിൻ്റെ നടുവിലായിട്ടാണ് എപ്പോഴും നിൽക്കുക എന്നാ പറയുന്നത്. എന്താ പറഞ്ഞത്? കവി कहते हैं कि പ്രേമി रहता है ഭൂമി और ആകാശ് के बीच में. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ബീച്ച് മേ ഇടയിലായിട്ടാണ് ലവർ അല്ലെ നമ്മുടെ പ്രേമിക എപ്പോഴും നിൽക്കുന്നത്. പ്രേം വിഹീൻ ലോഗ് യഹി പർ നഹി രഹത്തെ. പ്രേമ വിഹീൻ അതായത് പ്രേമ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അവിടെയൊന്നല്ല, ഈ ഭൂമിയുടെയും അതുപോലെ ഈ ആകാശത്തിൻ്റെയും ഇടയിലൊന്നുമല്ല ജീവിക്കുന്നത്. കവി കാ പ്രേം വസന്ത ഋതു രൂപി പ്രേമിക സെ ഹുവാ ഹെ. നമ്മുടെ കവിക്ക് ആരോടാണ് പ്രണയം തോന്നിയിട്ടുള്ളത്? വസന്ത ഋതുരൂപി വസന്തകാലത്തെ പോലെയുള്ള പ്രേമികയോടാണ് നമ്മുടെ കവിക്ക് പ്രണയം തോന്നിയിട്ടുള്ളത്. ഇസേ കവി കെ ഹൃദയ പ്രേമമയ ഹോ ഗയാ ഹെ. ഇതുകൊണ്ട് തന്നെ കവിയുടെ മനസ്സ് കംപ്ലീറ്റ്ലി ഇങ്ങനെ പ്രേമമയമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇസ് പ്രേമമയ വാതാവരൺ മേ ആശാ കെ നയേ അങ്കുർ ജൂൽത്തെ ഹെ. ഈ മൊത്തത്തിൽ ഈ പ്രണയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് എന്തുണ്ട്? ഒരുപാട് നല്ല നല്ല ആശ അല്ലേ, ഹോപ്പിൻ്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇസ് പ്രേമമൈ വാതാവരൺ മേ മലയാനിൻ ബെഹക്കർ ആത്താ ഹെ. ഈ പ്രേമം നിറഞ്ഞിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ചന്ദന കാറ്റിങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഉസ്കി ലഹരെ സിഹർ മർ ദേത്തി ഹെ. മലയാനിൽ കവി के मानस നയൻ നലിൻ കോ ചുംബൻ കർക്കെ ജഗാത്താ ഹെ. മലയാനില്ലേ നമ്മുടെ കാറ്റ് വന്നിട്ട് നമ്മുടെ കവിയുടെ മനസ്സും അതുപോലെ കണ്ണും എല്ലാം എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഉമ്മകൾ കൊടുത്തുകൊണ്ട് ആളെ ഇങ്ങനെ ഉണർത്തുകയാണ് എന്ന് പറയുന്നുണ്ട്. ओके. वसंत ऋतु में प्रभात ലലിമാ സെ ഭരാ ഹുവാ രഹത്താ ഹെ. വസന്ത കാലഘട്ടത്തിൽ നമ്മുടെ സുപ്രഭാതം അല്ലെ, നമ്മുടെ പ്രഭാതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നല്ല ചുവന്ന നിറത്തിൽ ഭരാ ഹുവാ രഹത്താ ഹെ, ഇങ്ങനെ വ്യാപിച്ചാണ് നിൽക്കാറുള്ളത്. സംസാർ മേ ഹമേശ റോഷ്നി ബി രഹത്തി ഹെ. നമ്മുടെ ഈ ഒരു ലോകത്ത് എല്ലായിടത്തും വെളിച്ചം പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. वसंत ऋतु में चांदनी फैल जाती है और प्रकृति टिम की बूंदों की वर्षा करती है. ആ വസന്ത കാലഘട്ടത്തിൽ അല്ലെ, വസന്തകാലത്തിൽ ചാന്ദിനി ഫൈൽ ജാത്തി ഹെ. ചാന്ദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിലാവ് അല്ലെ. നിലാവ് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയിൽ മഴയും പെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. കുഞ്ഞു കുറച്ച് തുള്ളികളായി മഴയും പെയ്യാറുണ്ട്. വസന്ത ഋതു മേ പ്രേം കാ ഏകാന്ത സൃജൻ കാര്യ ഹോത്താ ഹെ. വസന്ത കാലഘട്ടത്തിൽ പ്രേമം അല്ലെ, പ്രണയത്തിന്റെ ഏകാന്തമായിട്ടുള്ള സൃജനാണ് ഉണ്ടാവാറുള്ളത്. കവി നിവേദൻ കർത്തേ ഹേ കി ഇസ്മേ കിസി കോ ബാധ ഉപസ്ഥിത് നഹി കർണി ചാഹിയെ. സ്നേഹിക്കുന്ന ആളുകളെ ഒരിക്കലും അവിടെ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല, അവരിങ്ങനെ സ്നേഹിച്ചോട്ടെ അല്ലേ. നഹി ബാധ ഉപസ്ഥിത് നഹി കർണ ഹെ. തടസ്സങ്ങൾ അവിടെ ഉണ്ടാക്കാൻ പാടില്ല. കവി കാ ഉപദേശ് ഹേ അപ്നെ മേ ജോ കുച്ച് സുന്ദർ ഹേ ഉസേ പ്രേമ യുഗ്മോ കോ ദേ ദേനാ ഹേ. എന്തൊക്കെ സുന്ദരമായിട്ടുണ്ട്, ഈ പ്രകൃതിയിലുള്ള ആ സൗന്ദര്യം ഒക്കെ എന്താണ്? ആസ്വദിക്കാനുള്ളതാണ് അല്ലേ. നമ്മൾ നല്ല സൗന്ദര്യ ആരാധകരാണെന്നാണ് പറയുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും സൗന്ദര്യം നമ്മൾ അതിൻ്റെ രീതിയിൽ അതിനെ ആസ്വദിക്കാമെന്ന് കൂടെ പറയുന്നുണ്ട്. മധ്യ ഋതു മേ പ്രകൃതി ചിത്രൺ मानवीकरण सौंदर्य वर्णन प्रेमानुभूति आदि ഛായാവാദി പ്രവൃത്തിയോ കാ സുന്ദർ സമാവേശ് ഹുവാ ഹെ. നമ്മുടെ മധുവൃതു എന്ന് പറയുന്ന നമ്മുടെ ഈ കവിതയിൽ പ്രകൃതിയുടെ ചിത്രം, പ്രകൃതിയെ നല്ല രീതിയിൽ നല്ല സൗന്ദര്യ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനവീകരണം, നമ്മൾ പറഞ്ഞ പോലെ പ്രകൃതിയെ മനുഷ്യനായി കണ്ടുകൊള്ളുന്ന രീതിയിൽ പ്രകൃതിക്ക് ആ മാനവീകരണം ചെയ്തിട്ടുണ്ട്. സൗന്ദര്യവർണ്ണൻ, സൗന്ദര്യം അല്ലെ, സുന്ദരമായിട്ടുള്ള കാര്യങ്ങളുടെ സൗന്ദര്യത്തിനെ വർണ്ണിച്ചിട്ടുണ്ട്. പ്രേമാനുഭൂതി, പ്രണയത്തിൻ്റെ ആ അനുഭൂതി, ആ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദി ഛായാവാദി പ്രവൃത്തിയോ കാ സുന്ദർ സമാവേശ് ഹുവാ ഹെ. ഇതൊക്കെ ഛായാവാദി കവിതകളുടെ പ്രത്യേകതകളാണ്. ഈ എല്ലാ പ്രത്യേകതകളും ഈ ഒരു മധുഋതു എന്ന് പറയുന്ന കവിതയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
पंक्तियों का आशय आसानी से समझ सकते हैं. നമുക്ക് പഠിക്കാനുള്ള കവിതകളെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വരികളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ശീർഷക് സാർത്ഥക് ഹെ. ശീർഷക് വളരെ ആപ്റ്റ് ആണ് അല്ലേ, വളരെ യോജിച്ച രീതിയിലാണ് മധു ഋതു എന്ന് പറയുന്ന ആ ഒരു കവിതയ്ക്ക് നമ്മൾ പേര് കൂടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. നോക്കിക്കോളൂ. ഛായാവാദ് മേ കവി കോമൽ पदावलियों का प्रयोग करते हैं. निम्नलिखित शब्दों के स्थान पर कविता में प्रयुक्त शब्द छांट कर लिखे. അപ്പോൾ നമുക്ക് കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകളുടെ വേറെ പദങ്ങളാണ്, അതായത് സമാന പദങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് സമാന പദങ്ങളാണ് കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ സമാന പദങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വസന്ത്, മൗസം, ഭൂമി, ആകാശ്, ജംഗൽ, ശിശിർ, കലി, കിസ്ലൈ, മലയ, സമീർ, ആംഗ്, കമൽ, പ്രഭാത്, പൂരബ്, സമുദ്ര, ചാന്ദ്, രാത്. ഈ വാക്കുകളുടെയൊക്കെ സമാന പദങ്ങൾ ജയശങ്കർ പ്രസാദ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ. വസന്തകാലത്തിനാണ് നമ്മൾ ഋതു അല്ലെ മധു ഋതു എന്ന് പറയുന്നത്. വസന്തത്തിനാണ് നമ്മൾ മധു ഋതു എന്ന് പറയുന്നത്. മോസം എന്ന് പറയുന്ന വാക്ക് ക്ലൈമറ്റ് അല്ലെ, മോസത്തിന് നമ്മൾ ഏത് വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്? ദോ ദിൻ എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഭൂമി, നമ്മുടെ ഭൂമിയെ, ഭൂമി എന്ന് പറയുന്ന വാക്കിന് ഏർത്തിന് നമ്മൾ വസുധ എന്ന വാക്ക് ഉപയോഗിച്ചു. ആകാശ്, ആകാശത്തിന് നമ്മൾ നഭ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജംഗൽ അല്ലെ, ഫോറസ്റ്റ്, കാടിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ജാഡ് ഘണ്ട് എന്നാണ്. ശിശിർ എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ ശിശിരകാലം എന്ന് കേട്ടിട്ടില്ല, ഈ ഇലകളൊക്കെ പൊഴിയുന്ന കാലം. അപ്പോൾ ഈ ശിശിരം എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിട്ടുള്ളത് പദ്ജഡ് എന്നാണ്. കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂമുട്ട്, ബഡ്സ് ആണ്. കലി എന്ന് പറയുന്ന വാക്കിന് കുസും എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കിസ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാറ്റാണ്, പല്ലവ് അല്ലേ. മലയ സമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയ അനിൽ എന്നാണ്. ആങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ണ്, കണ്ണിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നയൻ എന്നാണ്. കമൽ, നളിൻ, പ്രഭാത്, സുപ്രഭാതം അല്ലേ, രാവിലേക്ക് നമ്മൾ ഉഷ എന്ന് പറയുന്നത് അല്ലേ, പ്രഭാത് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രഭാത് എന്ന് പറയുന്ന വാക്കിന് ഉഷ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൂരബ് എന്ന് പറയുന്നത് നമ്മൾ ലഘു പ്രാചി എന്നാണ് നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള സമാന പദം. സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കടലാണ്. ആ കടൽ എന്ന് പറയുന്ന വാക്കിന് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ജലധി എന്നാണ്, ജലധി. ചാന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ, ചന്ദ്രന് നമ്മൾ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ശശി എന്നാണ്. രാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാത്രി എന്നാണ്. കവിതയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സമാന പദം നിശി എന്നാണ്. ഓക്കെ, അപ്പം ഇതുപോലെ സമാന പദങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കവിതയിലെ സമാന പദം, ഈ വാക്കുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കൂടെ ചെയ്യുക. അപ്പം ഇതും കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വളരെ സിമ്പിളായിട്ട് മധു ഋതു എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ മധു ഋതു എന്ന് പറയുന്ന പാഠഭാഗം നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ ആസ്വാദനക്കുറിപ്പ് നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് പഠിക്കുക. കവിയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവണം, കവിതയുടെ ആശയം എഴുതിയിട്ടുണ്ടാവണം. കവിതയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമായത് ആ കാര്യങ്ങൾ കൊടുക്കാം. ഇനി കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് 1-2 ലൈൻ കോട്ട് ചെയ്തിട്ട് പങ്ക്തിയ, ഈ പങ്ക്തിയ മുझे बहुत पसंद आई എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ വരികൾ എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1-2 വരികളൊക്കെ കോട്ട് ചെയ്തൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്താൽ നമ്മുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക, ആസ്വാദന ടിപ്പണി എഴുതി ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.